അപ്പോൾ മനുഷ്യൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ മനുഷ്യരുടെ അകത്തോട്ട് മരണം കടന്നു വന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ദ്രവത്വത്തിന് കീഴ്പ്പെട്ടു. ദൈവം മനുഷ്യനെ ശപിച്ചു. ആ ശാപം മൂലമാണത്രേ ഈ പ്രപഞ്ചത്തിനകത്ത് മരണവും ദ്രവത്വവും ഒക്കെ വന്നിരിക്കുന്നത്. അതുവരെയും പ്രപഞ്ചത്തിനകത്ത് മരണവും ദ്രവത്വവും ഇല്ല. ഇത് സ്റ്റോറിയാണ് കേട്ടോ. ഒരിക്കലും ഇത് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പോയിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് അങ്ങനെയാണോ എന്ന് വെച്ചാൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ഇത് ദൈവത്തിൻ്റെ വില്ല്, ദൈവത്തിൻ്റെ ഹിതം ദൈവം മനുഷ്യനെ അറിയിക്കുകയാണ്. ഒരു കഥ, ഒരു കവിത, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ 4-ാമത്തെ ദിവസം സൂര്യൻ്റെ കാര്യം എന്താണ്? മറ്റ് ജാതികളൊക്കെ, മറ്റ് ജനതകളൊക്കെ സൂര്യനെ ഭഗവാനെ എന്ന് പറഞ്ഞ് ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് സൂര്യനല്ല, സൂര്യനേക്കാളും പ്രഭാവശാലിയാണ്, സൂര്യനേക്കാളും വലിപ്പമുള്ളവനാണ്, സൂര്യനേക്കാളും ശക്തിയുള്ളവനാണ് സൃഷ്ടാവായ ദൈവം. സൂര്യനെയും ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് സൂര്യനെ 4-ാമത്തെ ദിവസത്തോട്ട് ഡിമോട്ട് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ സൂര്യൻ കുറേ മുന്നേ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ സയൻസിൻ്റെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ജീവജാലങ്ങളൊക്കെ ഉണ്ടാവുന്നതിലും അല്ലെങ്കിൽ ഈ ഭൂമി ഒരു പ്രത്യേക ഷേപ്പിലൊക്കെ ആയിത്തീരുന്നതിനൊക്കെ മുന്നേ സൂര്യനുണ്ട്. നമുക്കറിയാം, ഭൂമി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവണമെങ്കിൽ അതിന് മുമ്പേ സൂര്യൻ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആ സൂര്യനെ 4-ാമത്തെ ദിവസത്തിലോട്ട് താഴ്ത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സയൻറ്റിഫിക് ആക്യുറസി കാണിക്കാനോ, സയൻറ്റിഫിക് ആക്യുറസി കുറവാണെന്ന് കാണിക്കാനോ അല്ല. ഈ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ സയൻറ്റിസ്റ്റ് വന്നിരിക്കുന്നത്. എന്നാൽ അവരാരും ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഇതുവരെയും തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. ചില മുസ്ലിങ്ങളൊക്കെ പറയാറുണ്ട് പഴയ നിയമത്തിലെ ചില ഗ്രന്ഥങ്ങളൊക്കെ തിരുത്തപ്പെട്ടതാണ്, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം തന്നെ തിരുത്തേണ്ടത് സൂര്യനെ 4-ാമത്തെ ദിവസത്തിൽ നിന്ന് 1-ാമത്തെ ദിവസത്തേക്കോ 2-ാമത്തെ ദിവസത്തേക്കോ കൊണ്ടുവരണം, അല്ലേ? അതല്ലേ ഏറ്റവും കൺവീനിയൻറ്റ്. ആര് വിശ്വസിക്കും പിന്നെ, അല്ലേ? ഇത് വളരെയധികം ശാസ്ത്രീയമാണ് എന്ന് വിശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇത് തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂര്യൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവസങ്ങൾ നമ്മൾ നിർണ്ണയിക്കുന്നത്. സൂര്യനും ചന്ദ്രൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് നമ്മൾ രാവും പകലും ഒക്കെ മനസ്സിലാക്കുന്നത് എന്ന് മനുഷ്യർക്ക് എന്നേ അറിയാം, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ അറിയാം. ആ സമയത്തെ യഹൂദന്മാർ നല്ല സ്മാർട്ടാണ്, അവർക്ക് വേണമെങ്കിൽ ഇത് മാറ്റാമായിരുന്നു. പക്ഷെ അവർ മാറ്റിയില്ല. കാരണം അവർക്കറിയാം ഇതൊരു കവിതയാണ്. ആ കവിത എന്ന് പറയുന്നത് ദൈവം ഒരു തിയോളജിക്കൽ മെസ്സേജ് അഥവാ ഒരു ആത്മീയ സന്ദേശം, ഒരു ദൈവിക സന്ദേശം നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാധ്യമം മാത്രമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെന്നിട്ട് സയൻസ് അന്വേഷിക്കുന്നത് തന്നെ തെറ്റാണ്. അതൊരു സയൻസ് ബുക്കല്ല. എന്നാൽ അതിൽ കുറേ സയൻറ്റിഫിക് ഫാക്ട്സ് ആക്യുറേറ്റ് ആയിട്ട് വന്നെന്നിരിക്കും. ചില സയൻസിന് അനുകൂലമായിട്ടുള്ള ഐഡിയാസ് അതിനകത്ത് ഒളിഞ്ഞു കിടന്നുണ്ടാവും. ഇപ്പം ഗുരുത്വാകർഷണത്തെ പറ്റി പറയുകയാണെങ്കിലും അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പല പ്രാവശ്യം പിതാവ് ആകർഷിക്കാതെ പുത്രൻ്റെ അടുക്കിലേക്ക് ആരും വരുന്നില്ല. പിതാവ് ആകർഷിക്കാതെ പുത്രൻ്റെ അടുക്കിലേക്ക് ആരും വരുന്നില്ല. ഇത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു പല പ്രാവശ്യം ഈ ആകർഷണം എന്ന് പറയുന്ന കാര്യം പറയുന്നുണ്ട്. ദൈവം ആകർഷിക്കാതെ ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല. അന്നെന്ന് പറഞ്ഞാൽ ആകർഷണം എന്ന് പറയുന്നത് ചിലപ്പോൾ കാന്തത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി മാത്രമായിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. കാന്തത്തിന് ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അന്ന് ചിലപ്പോൾ അതിനുള്ള ജ്ഞാനം മനുഷ്യനുണ്ടായിരുന്നിരിക്കും. പക്ഷേ ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞ ആളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. മാത്രമല്ല ആ വ്യക്തി ഒരു ക്രിസ്ത്യനായിരുന്നു. ഹി ബിലീവ്ഡ് ഇൻ ജീസസ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന ആൾ ഈ യേശു ക്രിസ്തുവിൻ്റെ ബൈബിള് കുറേ സമയങ്ങൾ വായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ബൈബിളിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഐസക് ന്യൂട്ടന് ഒരുപക്ഷെ ഭൂമി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആകർഷിക്കുന്നതാണെങ്കിലോ എന്നുള്ള ഒരു അറിവ്, അതിനുള്ള ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടാവാം എന്ന് വിചാരിച്ചിട്ട് ബൈബിളിൽ ഗുരുത്വാകർഷണത്തെ പറ്റി ഐസക് ന്യൂട്ടൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഉണ്ട് എന്ന് ആരെങ്കിലും പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കാനൊന്നും പോകണ്ട. ബൈബിള് ഗുരുത്വാകർഷണത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി എഴുതപ്പെട്ട പുസ്തകം അല്ല. ബൈബിൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആകർഷണത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ആകർഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഐസക് ന്യൂട്ടന് ചിലപ്പോൾ ഒരു ലീഡ് കിട്ടിയിട്ടുണ്ടാവാം. ഇതിങ്ങനെ താഴോട്ടേക്ക് സാധനങ്ങൾ വീഴുന്നത് ആരെങ്കിലും താഴോട്ട് വലിക്കുന്നത് കൊണ്ടാണോ എന്നുള്ള ഒരു തോന്നൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവുക. കുറേ സമയങ്ങൾ ബൈബിളുമായിട്ട്
ഐസക് ന്യൂട്ടൺ ഇരുന്നിട്ടുണ്ട്. അത് ഐസക് ന്യൂട്ടൻ്റെ ചരിത്രങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ സമയം ഐസക് ന്യൂട്ടൺ വേസ്റ്റ് ആക്കി എന്ന് നാട്ടുകാർ പറയുന്നത് ബൈബിൾ വായിച്ചുകൊണ്ടാണ്. ബൈബിളൊന്നും വായിക്കാതെ ഐസക് ന്യൂട്ടന് കാൽക്കുലസും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഐസക് ന്യൂട്ടന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് ചില സമയത്ത് തോന്നുന്നത് ഈ ബൈബിളിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് മർമ്മങ്ങളുണ്ട്. ഈ വേദപുസ്തകം ശരിയായ രീതിയിൽ ധ്യാനിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ, ഈ വേദപുസ്തകം മാത്രമല്ല, നമ്മളിപ്പം വേദങ്ങൾ എടുക്കുകയാണെങ്കിൽ ഹൈന്ദവ വേദങ്ങളുണ്ട്. ഇതൊക്കെ നന്നായി പഠിച്ച ആൾക്കാരാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആര്യഭട്ട പോലുള്ള പല ആൾക്കാരും പലതും കണ്ടുപിടിച്ചിട്ട് ഇരിക്കുന്നത്. ഗണിതശാസ്ത്രത്തിലെ പല വളരെ ആൾക്കാരെ ഇന്നും ആൾക്കാരെ അതിശയിപ്പിക്കുന്നതായ ദശാംശം പോലെയുള്ള ഡെസിമൽസ് പ്ലേസസ്, പിന്നെ സീറോ എന്ന് പറയുന്ന ശൂന്യം പോലെയുള്ള ആ അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ തിരിച്ചറിവ്, അതൊക്കെ വായിച്ച വ്യക്തികൾക്കാണ് ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരത് മാത്തമാറ്റിക്സിന് വേണ്ടി, ഗണിതശാസ്ത്രത്തിന് വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ അതിൻ്റെ കുറേ കാര്യങ്ങൾ എവിടെ കിടക്കുന്നുണ്ട്? വേദങ്ങളിൽ കിടക്കുന്നുണ്ട്. ഋഗ്വേദം മുതൽ അതിനകത്ത് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും അദ്വൈതം എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി ആഴത്തിൽ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ശൂന്യത എന്ന് പറയുന്നതും ശൂന്യം എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ശൂന്യം എന്ന് പറയുന്നത് ഒന്നുമല്ല എന്നുള്ളൊരു ധാരണയിൽ എല്ലാവരും നിൽക്കുമ്പോൾ അതിനൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതിനൊരു പ്രാധാന്യതയുണ്ട് എന്ന് ആര്യഭട്ടൻ പറയുമ്പോൾ നമ്മൾ അതിൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി പ്ലാന്റ്സിന് ജീവനുണ്ട് എന്ന് ജെ.സി. ബോസ് അവകാശപ്പെടുമ്പോൾ, ജെ.സി. ബോസ് എന്ന് പറഞ്ഞ ആൾ ഒരു ഇന്ത്യനാണ്. വെസ്റ്റേൺ ഫിലോസഫി പ്രകാരം ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തികൾ അവരുടേതായ ഫിലോസോഫിക്കൽ ഗ്രന്ഥങ്ങൾ ആ രീതിയിൽ, ആ തത്വചിന്തകൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ലോകത്തെ വീക്ഷിക്കുമ്പോൾ ഈ മരങ്ങൾക്കും ചെടികൾക്കും ഒന്നും ജീവനില്ല എന്നവർ ചിന്തിക്കാനും അങ്ങനെ അവർ ഉറപ്പിക്കാനൊക്കെയുള്ള സാധ്യത വളരെ അധികമാണ്. പക്ഷേ ജെ.സി. ബോസ് എന്ന് പറയുന്ന ആൾ ഭാരതത്തിലെ വ്യക്തിയാണ്. അപ്പം ഭാരതം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? എല്ലാത്തിനകത്തും ജീവൻ്റെ അംശമുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ അകത്ത് ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സംശയിക്കാനും അത് പോയി അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ആർക്ക് കഴിഞ്ഞു? ജെ.സി. ബോസിന് കഴിഞ്ഞു. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഭാരതത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്കകത്തൊക്കെ ഫുള്ള് ഈ പറയുന്ന സയൻറ്റിഫിക് മർമ്മങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക അല്ല. അവർ വേറെ കാര്യത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതിയത്. അവർ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി, ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുകയാണ്. അതാണ് ഭാരതത്തിലെ എല്ലാ മതങ്ങളുടെയും പ്രത്യേകത. മഹാവീരനാകട്ടെ, ബുദ്ധനാകട്ടെ, ശങ്കരാചാര്യനാകട്ടെ, നമ്മുടെ എല്ലാ മതങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു. ആ രീതിയിലാണത് പോകുന്നത്. എന്നാൽ നമ്മുടെ യഹൂദന്മാർ മുതലുള്ള യഹൂദന്മാരുടെ ഗ്രന്ഥങ്ങളാകട്ടെ, ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥങ്ങളാകട്ടെ, ഈവൻ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളാകട്ടെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടാണ്. ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെയൊക്കെ രചന. അപ്പോൾ ആ ഡയറക്ഷൻ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ, ഈ ഏബ്രഹാമിക് മതങ്ങളുടെ എല്ലാം ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നു. അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം അന്വേഷിച്ചു വന്നു. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. പിന്നെ അബ്രഹാമിൽ കൂടെ ഇസ്രായേലാണ് യഹൂദമതം, ഇസ്രായേലിൽ കൂടെയാണ് പിന്നെ ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നത്. പിന്നെ ഇസ്രായേലിൻ്റെ തന്നെ ഒരു വേറെ ഫോമാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത്. അത് പ്യുവറാണ് എന്ന് അവർ അവകാശപ്പെടുന്നു. അപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ ദൈവം ഇങ്ങോട്ട് ഇടപെടുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റേതൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നു. അപ്പോൾ ഭാരതത്തിൻ്റെ മതങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ്, അത് അവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. ദൈവം നമ്മളെ അന്വേഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ചില സമയത്ത് നമ്മുടെ ഐസക് ന്യൂട്ടനും അതുപോലുള്ള ആളുകളൊക്കെ പല കാര്യങ്ങളും അവർ കണ്ടുപിടിച്ചത് ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ്. ഈ പറയുന്ന പ്രപഞ്ചത്തിന് നിയമങ്ങളുണ്ട്. നിയമം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഉടമ്പടി എന്നുള്ള അർത്ഥത്തിലല്ല, ലോസ് എന്നുള്ള അർത്ഥത്തിലാണ്. പ്രപഞ്ചത്തിനെ ഗവേൺ ചെയ്യുന്ന ചില ലോസ് ഉണ്ട്, ചില കോൺസിക്വൻസസ് ഉണ്ട് ആ ലോ തെറ്റിയാൽ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ ഫിലോസോഫിക്കൽ വേൾഡ് വ്യൂയിലുണ്ട്. പിന്നെ ഈ ഇബ്രഹാമിക് ഫെയ്ത്ത് എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിലും ഇത് അടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചില നിയമങ്ങളും ചില ലോസൊക്കെ അന്വേഷിച്ച് ഐസക് ന്യൂട്ടനും പിന്നീട് ഐൻസ്റ്റൈനും മറ്റുള്ളവരൊക്കെ പോയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ലോയെ അന്വേഷിക്കുന്നതിനേക്കാൾ അധികം
നമ്മുടെ അന്വേഷണം എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക ലോ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു അന്വേഷണമല്ല ഭാരതത്തിലെ ആൾക്കാർക്കുള്ളത്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മളിപ്പോൾ വേറൊരു ദിശയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു പുസ്തകമല്ല. ദൈവത്തിൻ്റെ ചിന്ത, ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്നത് ദൈവം വിശദീകരിക്കുകയാണ്. അപ്പോൾ മോശെ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ മക്കളിൽ എന്ന് വെച്ചാൽ അബ്രഹാമിൻ്റെ കുലത്തിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അബ്രഹാമിൻ്റെ മകനാണ് ഇസാക്ക്, ഇസാക്കിൻ്റെ മകനാണ് യാക്കോബ്. യാക്കോബിൻ്റെ പേര് ദൈവം മാറ്റി ഇസ്രായേൽ എന്നാക്കി. ആ ഇസ്രായേലിൻ്റെ 12 മക്കളിൽ ഒരു മകൻ്റെ പേരാണ് ലേവി. ആ ലേവി ഗോത്രത്തിലാണ് മോശെ എന്ന് പറയുന്ന വ്യക്തി ജനിക്കുന്നത്. ആ മോശെ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈജിപ്തിൽ, മിസ്രൈമിൽ ഇസ്രായേലിൻ്റെ ആൾക്കാർ അടിമയായിരിക്കുന്ന സമയത്ത് ആ ഈജിപ്തിൽ നിന്നും മിസ്രൈമ്യരുടെ അധികാരത്തിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് ദൈവം വാഗ്ദത്തം തന്ന ഒരു സ്ഥലം, ഇന്നത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ ജനതയെ മുഴുവൻ പാർപ്പിക്കാനുള്ള ചുമതല ദൈവം കൊടുത്തു. അവർക്ക് അവിടെ വന്ന് താമസിച്ചിട്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കാം. ദൈവത്തെ മാത്രമായിട്ട് സ്വതന്ത്രമായിട്ട് ആരെയും ഭയപ്പെടാതെ ആരാധിക്കാനായിട്ട് സാധിക്കാം. ആ ജീവനുള്ള ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ മോശയോട് പറയുന്നത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. അവരുമായി ഉടമ്പടി ബന്ധം സ്ഥാപിച്ച ദൈവമാണ്. ആ ഉടമ്പടി ബന്ധം സ്ഥാപിച്ച ദൈവം അവനെ തന്നെ വിളിക്കുന്നത് യാഹ്വേ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വെച്ചാൽ സകലത്തിന്. നമ്മൾ സ്വയംഭൂ എന്നൊക്കെ പറഞ്ഞ വാക്കില്ലേ, ആ വാക്ക് പോലെയാണത്. എന്നുവെച്ചാൽ സകലത്തിൻ്റെയും സൃഷ്ടികർത്താവും സകലത്തെയും പരിപാലിക്കുന്നവനും. അപ്പോൾ അതിന് ഇപ്പം നമുക്ക് ഒരു പേര് കൊടുക്കാൻ പറ്റൂല അല്ലേ? ഒരു പേര് കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്ന് വെച്ചാൽ ഐ ആം ഹു ഐ ആം, ഞാൻ ഐ ആം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഐ ആം എന്ന് പറയുന്ന ദൈവം ആർക്ക് പ്രത്യക്ഷപ്പെട്ടു? മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ മോശയെ ചെന്നിട്ട് ഫറവോനോട് ആ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഫറവോൻ അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഫറവോൻ കുറേ കൊച്ചു കൊച്ചു വിഗ്രഹങ്ങളൊക്കെ ആരാധിച്ച് അതിൻ്റെ കുറേ എന്താ പറയുന്ന മന്ത്രവാദികളൊക്കെ വെച്ചിട്ട് ഞാൻ ഏറ്റവും വലിയ ദൈവം ആരാണ്? സൂര്യനാണ്. ആ റായുടെ മകനാണ് ഞാൻ, ഫറവോൻ. ആ ഫറവോൻ എന്ന് പറയുന്നത് റായുടെ മകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ പറയുന്ന ഈജിപ്തിനെ, മിസ്രൈമിനെ ഭരിക്കുന്നു. റായുടെ നിയമങ്ങൾ അനുസരിച്ച് ഞാൻ ഇതിനെ ഭരിക്കുന്നു. റായാണ് ഏറ്റവും വലിയവൻ എന്ന് ചിന്തിച്ച് അതിനെ എല്ലാം ഭരിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയുടെ അടുക്കിലേക്ക് ഇവൻ വന്നിട്ട് പറയാണ്, റായേക്കാളും വലിയൊരു ദൈവമുണ്ട്. നീ ഈ സൂര്യനെ ഭഗവാനും ദൈവം എന്നൊക്കെ വിളിക്കുന്നു. ആ സൂര്യനേക്കാളും വലിയ ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച ഒരു കർത്താവുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും അവനാ സൃഷ്ടിച്ച. ഇനി സൃഷ്ടിച്ച് 4-ാമത്തെ ദിവസം. ഓക്കെ, എന്ന് വെച്ചാൽ അതിനേക്കാളും പ്രധാനപ്പെട്ട വേറെ കുറേ കാര്യങ്ങൾ ദൈവം ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടാണ് പിന്നെ സൂര്യനെ ദൈവം ഉണ്ടാക്കുന്നത്. അത്രയേ ഉള്ളൂ സൂര്യനും ചന്ദ്രനും ഒക്കെയുള്ള പ്രാധാന്യത എന്നാണ് മോശെ അവകാശപ്പെടുന്നത്. ആ വലിയ ദൈവത്തിൻ്റെ ആളായിട്ട് മോശയെ ദൈവം അങ്ങോട്ടേക്ക് അയക്കുന്നു. മോശെ അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് പല അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ട് ഇസ്രായേലിനെ മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. പുറത്തേക്ക് വന്ന ശേഷം അവർ ചെങ്കടലൊക്കെ കടന്ന് അവർ മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം മോശയ്ക്ക് ഏത് മലേൻ്റെ മുകളിൽ വെച്ചാണോ പ്രത്യക്ഷനായത് ആ മലേൻ്റെ മുകളിലേക്ക് മോശയെ തിരിച്ചു വിളിക്കുന്നു. മോശെ അവിടെ ചെന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വെളിച്ചം അവൻ്റെ മേൽ വരുന്നു. ദൈവം അവൻ്റെ ഇഷ്ടം, അവൻ്റെ ഹിതം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവം എങ്ങനെയാണ് മനുഷ്യരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഉള്ള കുറേ സ്റ്റോറീസ്, ഉൽപ്പത്തി, പുറപ്പാട്, അതിനകത്തുള്ള പല സ്റ്റോറീസ് എന്ന് പറയുന്നത് മോശയ്ക്ക് അവൻ്റെ ആളുകളിൽ നിന്നും കിട്ടിയതാണ്. അവരെല്ലാവരും തമ്മിൽ ഈ പറയുന്ന സ്റ്റോറീസ് പോയട്രിമാരിയും ഒരു പ്രസംഗമാരിയും ഒക്കെ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, അത് ഓർത്തുകൊണ്ടിരിക്കുന്ന കഥകളാണ് ഈ അബ്രഹാമിൻ്റെയും ആദാമിൻ്റെയും ഇവരുടെയൊക്കെ. അപ്പോൾ ഇത് വെറും കഥയാണോ? ഇതിന് ചരിത്രമൊന്നുമില്ല. ചരിത്രമുണ്ട്, പക്ഷെ അത് കഥാരൂപത്തിലാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് എഴുത്തും വായനയില്ലല്ലോ. അപ്പോൾ മോശയാണ് ആദ്യമായിട്ട് എഴുതാനായിട്ട് തുടങ്ങുന്നത്. അപ്പം മോശയ്ക്ക് ദൈവം ഒരു കൽപ്പലകമേൽ അവൻ്റെ 10 കൽപ്പനകൾ എഴുതി കൊടുക്കുന്നു. ഈ 10 കൽപ്പനകളുമായിട്ട് മോശ വരുന്നു. മോശ അവിടെ വരുമ്പോഴത്തേക്കും ഇവർ വീണ്ടും ആ ഫറവോൻ്റെ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്നതായിട്ട് മോശയെ കാണുന്നു. അത് കാണുമ്പോൾ മോശയുടെ ചങ്ക് തകരുന്നു. മോശെ ഈ കൽപ്പനകളെ തകർക്കുന്നു.
അങ്ങനെയുള്ള ചില രംഗങ്ങളൊക്കെ അവിടെ വെളിപ്പെടുന്നു. എന്നിട്ട് അവരിൽ ആരൊക്കെയാണോ ദൈവത്തെ അനുസരിക്കാതിരുന്നത് അവരൊക്കെ ശിക്ഷിച്ച ശേഷം മോശെ ബാക്കിയുള്ളവരെയും കൊണ്ട് അവൻ്റെ യാത്ര തുടരുകയാണ്.